ഇന്നിൻ്റെ കാലഘട്ടത്തിൻ്റെ മനുഷ്യൻ്റെ സഹനത്തിനും ദുഃഖങ്ങൾക്കുമൊക്കെ നവ അർത്ഥം കണ്ടെത്തുന്നതിന് വേണ്ടി ലോകം മുഴുവനും ആചരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും രഹസ്യങ്ങളിലൂടെ ക്രൈസ്തവ ലോകവും സന്മനസ്സുള്ള എല്ലാ മനുഷ്യരും കടന്നു പോകുന്ന പെസഹ ആചരണത്തിൻ്റെ വിശുദ്ധ വാരത്തിനായിട്ട് നമ്മളെല്ലാം ഒരുങ്ങുകയാണല്ലോ. തിരുവനന്തപുരം പട്ടണത്തിലെ പാളയത്തിലെ സെൻറ്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിലും ഇവിടെ എത്തുന്ന എല്ലാ ജനങ്ങളും ഈ ആചരണങ്ങളായിട്ട് ഒരുങ്ങി മുന്നോട്ട് നീങ്ങുകയാണ്. 14-ാം തീയതി തിങ്കൾ രൂപതയിലെ എല്ലാ വൈദികരും സന്യസ്ത പ്രതിനിധികളും 2 അഭിമന്യ പിതാക്കന്മാരോടൊപ്പം രൂപതാ കേന്ദ്രത്തിൽ അർദ്ധദിന പെസഹ ധ്യാനത്തിൽ പങ്കെടുക്കുകയും കുമ്പസാരം എന്ന കുദാശ സ്വീകരിക്കുകയും അതിനുശേഷം വൈകുന്നേരം 4 മണിക്ക് കത്തീഡ്രൽ ദേവാലയത്തിൽ എത്തിക്കൊണ്ട് പരിശുദ്ധ ബലിയുടെ മധ്യേ തങ്ങളുടെ പൗരോഹിത്യ വ്രതവാഗ്ദാന നവീകരണം നടത്തുകയും ചെയ്യും. പ്രസ്തുത ബലിയിൽ തന്നെ ആ വർഷം കുദാശകൾ പരികർമ്മം ചെയ്യുന്നതിന് വേണ്ടിയുള്ള തിരുത്തൈലം വെഞ്ചരിക്കുകയും ചെയ്യും. അന്നേ ദിനം വൈകുന്നേരം തൊട്ട് ജനങ്ങൾക്ക് കുമ്പസാരം എന്നുള്ള കൂദാശ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ടാകും. തുടർന്നുള്ള 2 ദിനങ്ങളിലും ചൊവ്വ ബുധൻ ദിനങ്ങളിലും രാവിലെയും വൈകുന്നേരവുമെല്ലാം അനേകം ജനങ്ങൾ പതിവ് പോലെ ഇവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുമ്പസാരം എന്നുള്ള കൂദാശയിലൂടെ തങ്ങളെ തന്നെ പെസഹായ്ക്കായിട്ട് ഒരുക്കുന്നതിനായിട്ട് അവർക്ക് വേണ്ടി ഇടവ വൈദികരും രൂപതയിലെ മറ്റു ചില വൈദികരും അതുപോലെ തന്നെ പല സന്യസ്ത ഭവനങ്ങളിൽ നിന്നുള്ള വൈദികരും കുമ്പസാരം എന്നുള്ള കൂദാശ നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തുന്നുണ്ട്. പെസഹ വ്യാഴാഴ്ചയുടെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത് വൈകുന്നേരം 5:30 മണിക്കാണ്. പ്രധാനമായിട്ടും പാദക്ഷാളന കർമ്മം, പൗരോഹിത്യ സ്ഥാപന അനുസ്മരണം, പരിശുദ്ധ കുർബാനയുടെ സ്ഥാപന അനുസ്മരണം, അതിനുശേഷം സ്തോത്രബലി. ഇതിനും മുഖ്യ കാർമ്മികത്വം നൽകുന്നത് ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ തന്നെയായിരിക്കും. തുടർന്ന് രാത്രി 12 മണിവരെ അന്ന് പരിശുദ്ധ കുർബാനയുടെ പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ വച്ചുള്ള ആരാധന ഉണ്ടാകും. ഈ ആരാധന അടുത്ത ദിവസം രാവിലെ 6 മണിക്ക് പുനഃസ്ഥാപിക്കും. അന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ്. കർത്താവിൻ്റെ മരണദിനത്തിൻ്റെ അനുസ്മരണമാണ്. അന്ന് രാവിലെ 7 മണിക്ക് തിരുവനന്തപുരത്തെ ലത്തീൻ, സീറോ മലബാർ, മലങ്കര, കാനായ എന്നീ സഭകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ രാജവീഥിയിലൂടെ കുരിശിൻ്റെ വഴി കർമ്മം നടത്തുകയാണ്. അതിൻ്റെ ആമുഖ സന്ദേശം നൽകുക കത്തോലിക്ക ബാബ ക്ലീമീസ് ബാബയാണ്. കാർഡിനൽ ക്ലീമീസ് ബാബയായിരിക്കും ആമുഖ സന്ദേശം നൽകുന്നത്. സമാപന സന്ദേശം നൽകുന്നത് തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ മെത്രാനായിരിക്കും. ഈ പട്ടണത്തിലെ ജനങ്ങൾ മുഴുവനും തന്നെയും ഏതാണ്ട് പങ്കുചേരുന്ന ഒരു ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ നേർക്കാഴ്ചയായിരിക്കും അന്നത്തെ കുരിശിൻ്റെ വഴി കർമ്മം.
പാളയം ദേവാലയ മുറ്റത്തു നിന്നും ആരംഭിച്ച് വിജറ്റുകാൾ ചുറ്റി യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുമ്പിലൂടെ സ്റ്റേഡിയത്തിൻ്റെ പിൻഭാഗത്തുള്ള ഫ്ലൈ ഓവറിലൂടെ കടന്ന് തിരികെ പാളയം കത്തീഡ്രൽ ദേവാലയത്തിൽ തന്നെ എത്തിച്ചേരുന്ന രീതിയിലാണ് കുരിശിൻ്റെ വഴി ക്രമീകരിച്ചിരിക്കുന്നത്. അന്ന് വൈകുന്നേരം 3 മണിക്കായിരിക്കും ദുഃഖവെള്ളിയാഴ്ചയുടെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. പ്രധാനമായിട്ടും ദൈവവചന വായനകൾ, കുരിശാരാധന, കുരിശു ചുംബനം ഇവയിലൂടെ നീങ്ങുന്ന അനുസ്മരണം നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള നഗരവീതിയിലൂടെയുള്ള പ്രദക്ഷിണവും അതിനെ തുടർന്ന് വീണ്ടും ദേവാലയത്തിൽ പീഡാസഹന തിരുസ്വരൂപം ചുംബിക്കുന്ന കർമ്മത്തോടു കൂടിയാണ് സമാപിക്കുന്നത്. ഏതാണ്ട് രാത്രി 10 മണിയോടുകൂടിയാണത് സമാപിക്കുന്നത്. അതിനുശേഷം പെസഹയ്ക്ക് വേണ്ടിയുള്ള പെസഹ ജാഗരണമാണ് നടത്തുക. പെസഹ ജാഗരണം അതിൻ്റെ പൂർത്തിയിലെത്തുമ്പോൾ വലിയ ശനിയാഴ്ച രാത്രി 10:30 മണിക്ക് ഉയർപ്പ് തിരുനാളിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കും. ആദ്യം പുത്തൻ തീ വെഞ്ചരിപ്പും പിന്നെ പെസഹ തിരിയുടെ വെഞ്ചരിപ്പ് കർമ്മവും പെസഹ തിരി കൈകളിൽ ഏന്തിക്കൊണ്ട് ദേവാലയത്തിലേക്കുള്ള പ്രദക്ഷിണവും പെസഹ പ്രഘോഷണവുമാണ് ആദ്യത്തെ കർമ്മം. അതിനെ തുടർന്ന് ബൈബിൾ ചരിത്രം, രക്ഷാകര ചരിത്രത്തെ മനുഷ്യ മനസ്സിലേറ്റുന്ന വിശുദ്ധ ഗ്രന്ഥ വായനകളാണ് തുടങ്ങുന്നത്. അതിലൂടെ കടന്നു നീങ്ങി ദൈവവചനത്തിൻ്റെ പ്രഘോഷണവും അതിനെ തുടർന്ന് സ്തോത്രയാഗ കർമ്മവുമാണ് അന്ന് നടത്തുന്നത്. അന്ന് പുത്തൻ വെള്ളം വെഞ്ചരിക്കും. ജ്ഞാനസ്നാനത്തിനും മറ്റുമെല്ലാം ഉപയോഗിക്കുന്ന വെള്ളം വെഞ്ചരിപ്പും ജ്ഞാനസ്നാന വ്രത നവീകരണവും ജനങ്ങൾ നടത്തും. ആ ബലിയിലൂടെ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ അനുസ്മരണം, ഈ ലോകത്തിൻ്റെ തിന്മയുടെ മേൽ നന്മയാകുന്ന ശക്തി, ദൈവശക്തി, യേശുശക്തി, പരിശുദ്ധാത്മശക്തിയുടെ വിജയത്തിൻ്റെ ആഘോഷമാണ് നടത്തുന്നത്. ആ വിജയം ആനുകാലികമായിട്ട് ഇന്ന് ഉയർപ്പിൻ്റെ സ്പന്ദനം ഏറ്റുവാങ്ങേണ്ട എല്ലാ ഹൃദയങ്ങളിലോട്ടും എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മയെല്ലാം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.